നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെല്ലുവിളിച്ച സ്മൃതി ഇറാനി. മോദിക്ക് പിന്നാലെ അമിത്ഷായും രംഗത്ത്. അമിത്ഷായെ കൊലക്കേസ് പ്രതിയെന്ന് വിളിച്ച ആരോപണം. രാഹുൽ ഗാന്ധി ഇന്ന് കോടതിയിലെത്തും. ആത്മവിശ്വാസമുണ്ടെങ്കിൽ വയനാട്ടിലല്ല അമേഠിയിൽ മത്സരിക്കണം. രാഹുലിനെ വെല്ലുവിളിച്ച് സ്മൃതി ഇറാനി. നരേന്ദ്രമോദിയെ പരിഹസിച്ചതിന് ഒരു വട്ടം എം പി സ്ഥാനം പോലും രാഹുൽ ഗാന്ധിക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ അമിത്ഷായെ പരിഹസിച്ചതിന് ഫലം കിട്ടുന്നു. ബി.ജെ.പി. നേതാവ് നൽകിയ മാനനഷ്ട കേസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എം പി ഇന്ന് സുൽത്താൻപൂർ കോടതിയിൽ ഹാജരാകും. രാവിലെ 10 മണിയോടെയാണ് രാഹുൽ ഹാജരാവുക. കോടതിയിൽ ഹാജരാകേണ്ടതിനാൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഉച്ചയ്ക്ക് 2 മണി വരെ നിർത്തിവെക്കും. 2018 ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പിനിടെ കർണാടകയിൽ വെച്ച് അമിത്ഷായെ രാഹുൽ കൊലക്കേസ് പ്രതിയെന്ന് വിളിച്ചുവെന്ന് ആരോപിച്ചാണ് ബി.ജെ.പി. നേതാവ് വിജയ് മിശ്ര മാനനഷ്ട കേസ് നൽകിയിരിക്കുന്നത്. അമേഠിയിലൂടെ ഭാരത് ജോഡോ ന്യായയാത്ര കടന്നു പോകുമ്പോഴാണ് രാഹുൽ കോടതിയിൽ ഹാജരാകുന്നത്. നേരത്തെ കേസിൽ സമൻസ് അയച്ചിരുന്നെങ്കിലും രാഹുൽ ഗാന്ധി ഹാജരായിരുന്നില്ല. അതേസമയം തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് ആത്മവിശ്വാസമുണ്ടെങ്കിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിലല്ല ഉത്തർപ്രദേശിൽ അമേഠിയിൽ നിന്ന് മത്സരിക്കണമെന്ന് വെല്ലുവിളിച്ച് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. 2019 രാഹുൽ അമേഠിയെ ഉപേക്ഷിച്ചു. ഇപ്പോൾ രാഹുലിനെ അമേഠിയെ കൈയൊഴിഞ്ഞു. അമേഠിയിലെ ജനങ്ങൾക്ക് രാഹുലിനോടുള്ള മനോഭാവം എന്താണെന്ന് അവിടുത്തെ വിജനമായ വീഥികൾ വിളിച്ചു പറയുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഭാരത് ജോഡോ ന്യായയാത്ര ഉത്തർപ്രദേശിലെത്തിയ പശ്ചാത്തലത്തിലാണ് സ്മൃതി ഇറാനി രാഹുലിനെ വെല്ലുവിളിച്ചത്. ദീർഘകാലം കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന അമേഠിയിൽ 2019 പൊതു തിരഞ്ഞെടുപ്പിൽ രാഹുൽ പരാജയപ്പെട്ടിരുന്നു. 55,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സ്മൃതി അന്ന് വിജയിച്ചത്. 80 ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ 2019 ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് നേടാനായത്. റായ്ബറേലിയിൽ നിന്ന് സോണിയാഗാന്ധി പാർലമെന്റിലെത്തി. ഇത്തവണ സോണിയ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നതോടെ റായ്ബറേലിയിൽ പുതിയ സ്ഥാനാർത്ഥിയാകും നിൽക്കുക. ഭാരത് ജോഡോ ന്യായയാത്ര ഇന്ന് 37 ദിവസം പൂർത്തിയാക്കും. ബാബുഗഞ്ചിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. തിങ്കളാഴ്ച രാത്രി അമേഠിയിൽ തങ്ങുന്ന സംഘം ചൊവ്വാഴ്ച റായ്ബറേലിയിലെത്തും. അതേസമയം യു.പിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ച സ്ഥലം ഗംഗാജലം കൊണ്ട് കഴുകി ബി.ജെ.പി. പ്രവർത്തകർ. ഭാരത് ജോഡോ ന്യായയാത്രയുടെ ഭാഗമായി വാരണാസിയിൽ റോഡ് ഷോയും യോഗവും സംഘടിപ്പിച്ചിരുന്നു. യാത്ര കടന്നുപോയ ഗോദൌലിയയിലെ നന്ദി കവലയിലാണ് ബി.ജെ.പി. പ്രവർത്തകർ ഗംഗാജലം ഒഴിച്ച് കഴുകിയത്. സംഭവത്തിനിടെ സംഘം മുദ്രാവാക്യം വിളിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കും. അതേസമയം ന്യായയാത്രയ്ക്കിടെ ബി.ജെ.പിയുടെ നയങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു. ന്യായയാത്രയ്ക്കിടെ കർഷകർ, സ്ത്രീകൾ, കച്ചവടക്കാർ എന്നിവരുൾപ്പെടെ നിരവധി പേരുമായി സംസാരിച്ചിരുന്നു. പലയിടത്തും ബി.ജെ.പി. സംഘർഷത്തിനെത്തി. എന്നാൽ താനോ പ്രവർത്തകരോ അവരുമായി തർക്കത്തിന് നിന്നില്ല. ഇന്ത്യ സ്നേഹത്തിന്റെ ഭൂമിയാണ്. ഇവിടെ വിദ്വേഷത്തിന് ഇടമില്ലെന്നും എല്ലാവരും ഒന്നിച്ചു പ്രവർത്തിക്കുമ്പോഴാണ് രാജ്യം സുശക്തമാകുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മണിപ്പൂരിൽ നിന്ന് തുടങ്ങിയ ഭാരത് ജോഡോ ന്യായയാത്ര മുംബൈയിലായിരിക്കും അവസാനിക്കുക. ഫെബ്രുവരി 16 മുതൽ 21 വരെയും പിന്നീട് 24, 25 തീയതികളിലുമായിരിക്കും യു.പിയിൽ ന്യായയാത്ര നടത്തുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.